മലയാള സിനിമയിൽ വിന്റേജ് കാല കഥകൾ പറയുന്ന പടങ്ങളുടെ ആഖ്യാന ശൈലി തന്നെ മാറ്റി എഴുതിയ ഒരു പടമാണ് നമ്മുടെ അമൽ നീരദ് പടച്ചുവിട്ട ഇയോബിന്റെ പുസ്തകം. അന്ന് വരെ മലയാള സിനിമയ്ക്ക് വിന്റേജ് സ്റ്റോറി പറയുന്നതിന് ഒരു പ്രത്യേക മേക്കിംഗ് സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഇയോബിന്റെ പുസ്തകത്തിന് തൊട്ട് മുന്നേക്ക് ഇറങ്ങിയ പാലേരി മാണിക്യവും സെല്ലുലോയിഡും ഒക്കെ അതിനൊരു വലിയ എക്സാമ്പിളാണ്. ഈ പറഞ്ഞ രണ്ട് പടങ്ങൾ ഉൾപ്പെടെ ഈ സ്റ്റൈലിൽ ഇറങ്ങിയ മറ്റു മിക്ക പടങ്ങളും ഹിറ്റായിരുന്നതുകൊണ്ട് തന്നെ ഈ സ്റ്റൈൽ ഒരു സക്സസ്ഫുൾ സ്റ്റൈൽ തന്നെയായിരുന്നു. എങ്കിലും ഈ സ്റ്റൈൽ പടങ്ങളൊക്കെ കൂടുതലും റിയലിസ്റ്റിക് പടങ്ങളായിരുന്നതുകൊണ്ട് ഭൂരിഭാഗം ഓഡിയൻസിനും വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു എന്റർടൈൻമെന്റ് എലമെന്റ്സ് ഒന്നും നൽകുന്നുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. കാരണം ഗാനങ്ങളായിക്കോട്ടെ, സംഭാഷണങ്ങളായിക്കോട്ടെ, ക്യാമറ മൂവ്മെന്റ്സ് ആയിക്കോട്ടെ, ആക്ടിംഗ് ആയിക്കോട്ടെ, എല്ലാം തന്നെ അവർ സെറ്റ് ചെയ്ത് പോയിരുന്നത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ 80കൾക്ക് മുന്നേ ഉള്ള സിനിമകൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ക്യാമറ യൂസ് ചെയ്ത് എടുത്താൽ എങ്ങനെയിരിക്കും, അന്നത്തെ മ്യൂസിക്കൽ കമ്പോസിഷൻ ഇന്നത്തെ എക്യുപ്മെന്റ്സ് വെച്ച് ചെയ്താൽ എങ്ങനെയിരിക്കും, അന്നത്തെ പടങ്ങളിലെ ഡയലോഗ്സ് ഇന്നത്തെ സിനിമയിൽ യൂസ് ചെയ്യുന്ന ഡയലോഗ് ഡെലിവറിയിൽ പ്രസന്റ് ചെയ്താൽ എങ്ങനെയിരിക്കും എന്നൊക്കെയുള്ള എക്സ്പെരിമെന്റ്സിന്റെ പുറത്തായിരുന്നു മേക്കിംഗ് എല്ലാം. ഉദാഹരണം പറഞ്ഞാൽ സെല്ലുലോയിഡിലെ കാറ്റേ കാറ്റേ എന്ന പാട്ടും ഇയോബിന്റെ പുസ്തകത്തിലെ രാവേ എന്ന പാട്ടും കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ വ്യത്യാസം. പിന്നെ ഉറുമിയും വെള്ളരിപ്രാവിന്റെ ചെങ്ങാതിയുമൊക്കെ ഉൾപ്പെടെ ചില പടങ്ങൾ ഇത്തരം സിനിമകളെ കൂടുതൽ ജനകീയമാക്കുന്നതിന് വേണ്ടി ഈ സ്റ്റൈലിൽ നിന്നും ചെറുതായി ഒന്ന് വേറിട്ട് സഞ്ചരിച്ചായിരുന്നു മേക്ക് ചെയ്തത്. അതൊക്കെ സക്സസ് ആവുകയും കൂടെ ചെയ്തപ്പോൾ കിട്ടിയ കോൺഫിഡൻസിന്റെ പുറത്താണെന്ന് തോന്നുന്നു അമൽ നീരദ് ചെറുതായിട്ടൊന്നുമല്ലാതെ മൊത്തത്തിലൊന്ന് വേറിട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയത്. കാരണം ഇയോബിന്റെ പുസ്തകത്തിന്റെ കഥ പറയുന്നത് 1950-60 കാലഘട്ടത്തിന്റെ ആണെങ്കിലും പാലേരി മാണിക്യമൊക്കെ മേക്ക് ചെയ്ത സ്റ്റൈലിൽ മേക്ക് ചെയ്യാതെ പകരം ഡയലോഗ്സും ഡയലോഗ് ഡെലിവറിയും സ്ലോ മോഷനോട് കൂടിയുള്ള സിനിമോട്ടോഗ്രഫിയും കളർ ടോണും എഡിറ്റിംഗും സോങ്സും ബിജിഎംസും എല്ലാം തന്നെ കംപ്ലീറ്റ്ലി 2014 അമൽ നീരദ് സ്റ്റൈലിലായിരുന്നു മേക്ക് ചെയ്തത്. കഥാപാത്രങ്ങളുടെ കോസ്റ്റ്യൂംസും ലുക്കുമൊക്കെ 50-60 കാലഘട്ടത്തിന് അനുയോജ്യമായാണ് സെറ്റ് ചെയ്തതെങ്കിലും പ്രേക്ഷകന് ഭയങ്കര ഒരു പുതുമ നൽകുന്ന തരത്തിൽ വളരെ മോഡേൺ ആയിട്ടും ഫാഷനബിൾ ആയിട്ടും ഒക്കെയാണ് അമൽ നീരദ് അത് പ്രസന്റ് ചെയ്തത്. ഇയോബിന്റെ പുസ്തകം കൊടുത്ത ധൈര്യമാണെന്ന് തോന്നുന്നു തൊട്ടടുത്ത കൊല്ലം ഇറങ്ങി എന്ന് നിന്റെ മൊയ്തീനൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ മേക്ക് ചെയ്യാൻ വേണ്ടി അവരെ പ്രേരിപ്പിച്ചത്. ഇയോബിന്റെ പുസ്തകം ചെയ്തു വെച്ച ചേഞ്ചസ് ഇല്ലായിരുന്നുവെങ്കിൽ ലാലേട്ടന്റെ ഇത്തിക്കര പക്കിയെ ഇപ്പൊ കാണുന്ന ഫാഷനബിൾ ആയിട്ടുള്ള ഈ ലുക്കിലല്ലാതെ പണ്ടത്തെ കായംകുളം കൊച്ചുണ്ണി സീരിയലിലെ ഇത്തിക്കര പക്കിയെ പോലെ ലുങ്കി മുറുക്കി എടുത്ത ലുക്കി കാണേണ്ടി വന്നേനെ. ഇയോബിന്റെ പുസ്തകത്തിന്റെയൊക്കെ ഒരു ബാക്കി പത്രമാണ് റൈഫിൾ ക്ലബ്ബ് മൂവിയൊക്കെ. ആ ഒരു സ്റ്റൈലിൽ എടുത്തത് കൊണ്ടാണ് 1991 നടക്കുന്ന കഥയായിരുന്നിട്ടും റൈഫിൾ ക്ലബ്ബൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത്. സോ ഇയോബിന്റെ പുസ്തകം എല്ലാ കാലത്തും മലയാള സിനിമയിൽ ഒരു സ്പെഷ്യൽ മെൻഷൻ അർഹിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. എന്താണ് ഈ പറഞ്ഞതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ട് എങ്കിൽ ഇതുപോലെ മലയാള സിനിമയുടെ മേക്കിംഗ് സ്റ്റൈൽ മാറ്റിയ മറ്റ് പടങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാമോ?